ഹലോ ഗേസ്, അങ്ങനെ വീണ്ടും ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ളോഗുമായിട്ട് വരികയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ചെറിയ ഫംഗ്ഷൻ, ചെറിയൊരു പാർട്ടി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടിക്ക് അങ്ങോട്ട് പോയിരുന്നു. അവരിങ്ങോട്ട് വരണം. എൻ്റെ ഫ്രണ്ടും അവൻ്റെ അച്ഛനും വൈഫും വരും. അച്ഛൻ തിങ്കളാഴ്ച നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന് പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വരും, അതുപോലെ ജസ്റ്റ് കൂടിയിട്ട് പിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവർക്ക് ഉള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഒന്നുമില്ല, അടിപൊളി ചിക്കൻ കൊണ്ട് ഒരു ഐറ്റംസ്, ചിക്കൻ കൊണ്ടായിട്ടല്ല 2 ഐറ്റംസ്, പിന്നെ 2 ഐറ്റം ഫുഡ്, ചോറ്, റൈസ് അല്ല, 2 ഐറ്റം ഫുഡ്. ഒന്ന് നൂഡിൽസും ഒന്ന് ഫ്രൈഡ് റൈസും, പിന്നെ ചിക്കൻ കൊണ്ട് ഒരു സാധനം, പിന്നെ ചിക്കൻ കൊണ്ടൊരു ഗ്രില്ലിടും. അത്രേ ഉള്ളൂ. ഇത് മതി പൊളിക്കാൻ നമുക്ക്. ഓക്കെ. ഇവിടെ ചിക്കന് ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുന്നതാണ്. അത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കണ്ടല്ലേ ഭയങ്കര ഹാർഡായി. 2 ഐറ്റം. ഇത് വെറും ലെഗ്സ് മാത്രമുള്ളതാണ്. 2 ബോക്സ് ലെഗ്സുകൾ. 1 2 3 4 5 6 7 8 9 10 പീസ് ഉണ്ടാവും. 2 ഇന്നലെ ഞാൻ എടുത്ത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരു പേരിട്ടല്ല സാധനത്തിൻ്റെ, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് പഠിച്ചത്. നമ്മൾ നല്ല മസാലയൊക്കെ തേച്ച് നേരെ ഓവനിക്ക് കയറ്റിയ ഗ്രില്ലടിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ 2 ഐറ്റം പാക്ക് ഒഴിച്ചിട്ടുണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അടുത്ത് നമ്മൾ വെല്ലുള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, വെജിറ്റബിൾസൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ പരിപാടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കണം. എന്നാലും നമുക്ക് ഫുഡ് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഇട്ട് അതിൽ ഉപ്പിട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചൂടായിട്ട് അതിലേക്ക് നൂഡിൽസ് ഇടുക. എന്നിട്ട് നമ്മൾ ആ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ മസാല കൂട്ടാൻ നൂഡിൽസ് ഇടുക. ഇത്ര പരിപാടിയുള്ളൂ, സിമ്പിൾ. ഇവിടെ പിന്നെ ഇപ്പൊ UK വന്നത് മുതൽക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇവരൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള. അപ്പോൾ നമ്മൾ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട് കഴിയും. അപ്പോൾ നമ്മളതിലേക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മളെ നൂഡിൽസ് പൊട്ടിപ്പിടിക്കും. അപ്പോൾ എണ്ണയൊക്കെ തീർന്നിട്ട് എന്തായാലും ഇതിലേക്കുള്ള എണ്ണയൊക്കെ ഇതിലുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഗൈസ്, പൊട്ടിക്കുക, ഇടുക. ഇതുള്ളൂ, സിമ്പിൾ പരിപാടിയല്ലേ. നിങ്ങൾക്ക് കാണണോ ഞാൻ കാണിച്ചു തരാം. അല്ല, എത്ര പണിയുള്ളൂ. ഇത് പൊട്ടിച്ചിട്ട് ഇതിങ്ങോട്ട് ഇടുക അല്ലേ. അല്ല, ആവി പറക്കണ വെള്ളത്തേക്ക് ഓല് സെറ്റായി. ഇവന് നമ്മൾ വേവിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചിട്ട് സെറ്റ് കഴിഞ്ഞാലേ നമുക്ക് മസാല കൂട്ടാൻ പെട്ടെന്ന് കഴിയും. ഓക്കെ അല്ലേ, സെറ്റ്. ഇനി ഒന്ന് വേവട്ടെ. അപ്പോ ഇതിങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂഡിൽസ് ഒന്ന് കട്ട കൂടി വരും. സെറ്റ്. അപ്പോ നമ്മുടെ സാധനം വെന്തിട്ടുണ്ട്. അത് നമ്മളിനി മാറ്റി വെക്കണം. ഇത് വെള്ളമൊക്കെ പോയിട്ട് നമുക്കത് തണുപ്പിച്ചെടുക്കാം. സിമ്പിൾ പരിപാടിയല്ല, ഉണ്ടാക്കാൻ ഒരു പണിയില്ല. എല്ലാ സാധനം നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു എന്താ ഫുഡ് ബ്ലോഗും എന്ന്. ഞാൻ ഫുഡ് ബ്ലോഗ് എന്നല്ല ചെയ്യണേ, ജസ്റ്റ് വെറുതെ നമ്മളൊരു പരിപാടി ആകുമ്പോൾ അതിന്റെ ഫുഡ് ബ്ലോഗ് വരുമല്ലോ, അത്രേ ഉള്ളൂ. അല്ല ഫുഡ് നിങ്ങൾ ഇത്ര ഇടുക അങ്ങനെ ഇത്ര ഇടായിട്ട് നമ്മൾ ഫുഡ് ബ്ലോഗ് എന്നല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഉണ്ടാക്കുന്ന നമ്മളെ ലൈഫ്. ഇപ്പൊ ഇത് ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിലും ഈ സാധനം അവർ കൊടുക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഹോം സിനിമ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ഫ്രിഡ്ജ് വന്ന് തോന്നില്ലെങ്കിൽ സമാധാനമല്ല. അതിൻ്റെ ഉള്ളിൽ എന്താ. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള മസാല വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സോയാ സോസും അതേമാതിരി ഗ്രീൻ ചില്ലിയും പിന്നെ ടൊമാറ്റോ സോസും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളത്. അത് തന്നെ അടിപൊളിയായിരിക്കും നമ്മുടെ ഈ സാധനം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വന്ന ശേഷം ഈ സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്യുക. ഇതിലേക്ക് സോയാ സോസും പിന്നെ ഗ്രീൻ ചില്ലി
പേസ്റ്റും പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സെറ്റായിട്ട് നമുക്ക് മറ്റേ നൂഡിൽസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിൽ വേണമെങ്കിൽ കോഴിമുട്ട പൊട്ടിച്ച് സെറ്റൊക്കെ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നൂഡിൽസ് ഇട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. പക്ഷേ 2 കൈ കൊണ്ട് മിക്സ് ചെയ്യണോണ്ട് മിക്സ് ചെയ്യണോ അല്ലാതെ തരമല്ല. 2 ഇത് വേണം. ഒരെണ്ണം കൊണ്ട് മാത്രം മിക്സ് ചെയ്താൽ നടക്കില്ല. നമ്മൾ 2 സ്റ്റിക്ക് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് വേണം മൊത്തത്തിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ഓക്കെ, കാണിച്ചു തരാം. സ്പ്രെഡ് ചെയ്യുന്ന ശേഷം ഇപ്പോൾ നൂഡിൽസ് റെഡിയായി നമ്മൾ സൈഡാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് ജസ്റ്റ് പിടിപ്പിച്ചേക്കാം 1/2 മണിക്കൂർ ഒന്ന് സെറ്റ് ആവട്ടെ. അതിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വെള്ളം ഇട്ട് ഉപ്പിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കരിയിട്ട് വേവിച്ചിട്ട് ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാം. ഇതിന് ചിക്കൻ മസാല കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വെച്ചേക്കണം. ഇത് ഞാൻ വേറൊരു ഐറ്റത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇത് കോൺഫ്ലവർ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിക്ക് മറ്റേ ക്യാപ്സിക്കനും വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. കാണിച്ചു തരാം. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബർഗർ മതിയാണ്. പിന്നെ 4 ബർഗർ ആക്കാൻ പറ്റും. അതുണ്ടാക്കും കേട്ടോ. 1 minute. ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ ഇടയിൽ കൂടി പൊരിച്ചെടുക്കുന്നു. എല്ലാം ഒരു കുടക്കിയിൽ. നോക്കാനൊന്നുമില്ല, ഞാൻ അതിനടുത്ത് തരാം. പെട്ടെന്ന് ഇതൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊന്നും കഴിക്കൂല. അധികം നമ്മുടെ നാടൻ ഫുഡിനെ കഴിക്കാറ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കഴിച്ചാലേ രസമുള്ളൂ. എടാ, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ആയതുകൊണ്ട് വെറും ടൊമാറ്റോ സോസും പിന്നെ ഗാർലിക് ചിക്കൻ സാധനവും പിന്നെ ഒരു ചീസും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ടോപ്പ് ചെയ്യുക, കൊടുക്കുക. അവർക്ക് ബർഗർ. നമുക്ക് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇവർക്ക് പിന്നെ ഇതൊരു ഇല വെച്ചിട്ടുണ്ട്. ലെച്ചൂസിന്റെ ഇല ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യും. എന്ത് മുട്ടോ? നീ ഇത് കഴിക്കേ. ഇനി ആദ്യം അത് കഴിച്ചിട്ടല്ലേ മുട്ട. അതന്നെ നിന്നു ചെയ്താ. അതുകൊണ്ട് മുട്ട. അങ്ങനെ തന്നെ. അടിപൊളി. അവിടെ അവര് ബർഗർ കഴിക്കുമ്പോ ഇവിടെ അരി വെള്ളം തിളച്ചു. അവർക്ക് അരി ഇട്ടേക്കാം. സിമ്പിൾ. ഇനി അരി വെള്ളത്തിലുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഊറ്റിയെടുത്ത് അരി ഉള്ളതിൽ കളയാം. ഒരരി പോലും നമ്മൾ കളയില്ല. ഇന്നസെന്റ് പറഞ്ഞാല് എല്ലാ അരിമണി ഞാൻ പെറുക്കിയെടുത്തു. ഇനി രാമൻകുട്ടി നാരുടെ കിട്ടുന്ന പറഞ്ഞാല് എല്ലാ അരിയും പെറുക്കിയെടുത്തു. ഞാൻ പറഞ്ഞ കൊച്ചുങ്ങള് ഇതിൽ നമ്മൾ വെറുതും കൊച്ചു. നമ്മള് കഴിക്കണേല് കുക്കുംബറും ടൊമാറ്റോ ലെച്ചൂസ് ചീസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? സൂപ്പറാ. അങ്ങനെ ബർഗർ സൂപ്പറായിട്ട് അങ്ങനെ കഴിക്കല്ലേ. എങ്ങനെ പിടിച്ചിട്ട് അപ്പൊ അടിപൊളിയാട്ടോ. അടിപൊളി ഫുഡാ. അടിപൊളി ഫുഡാല്ലേ. അപ്പൊ നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുക. അപ്പൊ ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ആക്കാൻ പോവുകയാണ്. ചിക്കൻ ഇവിടെ കിടന്ന് പൊരിയുന്നുണ്ട്. സൈഡില് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുഡ് എല്ലാം കംപ്ലീറ്റ് സെറ്റാക്കി. എന്താ എന്താണ്ടോ അന്റെ ബർഗറോ? എന്താ നേരെ കഴിക്കാ.
ഒരു കടിയെടുക്കും ഓടും സിനിമ കാണും. ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഷവായി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മസാല കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഓവനക്ക് വെക്കുകയാണ്. ഓക്കെ, ഓവനിലേക്ക് നമുക്ക് വെച്ചേക്കാം. ഓക്കെ, എന്നാ കുടിച്ചതാ നമ്മളെ ഷവായി കേസ് റെഡി ആയിട്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് വന്ന് സെറ്റ് ആയിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നാലും പറയില്ല, കാരണം അല്ലേ കുടിച്ചപ്പോ എല്ലായിടങ്ങളും കറിഞ്ഞു പോകുന്നു. ഓ ഫുഡ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പരിപാടികളൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് ഭക്ഷണത്തെ ടേസ്റ്റ് ഒന്നും അറിയില്ലേ. ഇരിക്ക്, ഇതെന്താ തിരി വെച്ചേക്കണേ? വീഡിയോ ഓപ്പൺ ആകാതെ വേറെ എന്താ ആഘോഷം? ഇരിക്കും ജോഷി. ജോഷി അതല്ലേ ആകെ ചെറിയ പൈസ ഉള്ളു. 80 അൻസുള്ള ഒരു പാക്കറ്റിന് 80 അൻസുള്ളൂ. സുണോ അതിനിരിക്കേ. സുണ എങ്ങനെയുണ്ട്? നോട്ടീസ് ആണ് സുണോ. എടോ എങ്ങനെയുണ്ട് ഫുഡ്? ആ ഈ ന്യൂസിനോ? ആ ഗുഡ്. അതെടുക്കണ്ട്. നിങ്ങള് ഫുഡ് കഴിക്കും, ഞാൻ ഡ്രസ് ചെയ്യട്ടെ. ഇതൊക്കെ എന്താണ് ഇപ്പട്ടെ? ഓലോ ഗെയ്സ്, അപ്പൊ വിരുന്നേരവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു മറ്റേ കളിയുണ്ട്. കളി എന്ന് പറഞ്ഞാൽ മാച്ചല്ല, ജസ്റ്റ് നെറ്റ് പ്രാക്ടീസിന് എല്ലാ ശനിയാഴ്ച ഉണ്ടാവല്. വിരുന്നേരം എന്നുള്ള ഇരുന്നേരം ഓരോ ഫുഡ് കഴിച്ച് വെക്കുള്ളൂ. പക്ഷെ നമ്മളെ കളി അത് നമുക്ക് മറക്കാൻ പറ്റില്ല, ഒഴിവാക്കാനില്ലല്ലോ. അപ്പോൾ നമ്മൾ വിരുന്നേരിലും ഉള്ള ആളും കളിക്കാരനെ തന്നെയാണ്. അവനും കളിക്കാൻ നല്ല ഡ്രസ്സുള്ള ആളാണ്. അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് 2:15. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ പോയിട്ട് ജസ്റ്റ് 1 മണിക്കൂർ കളിച്ച് വരാം. കളി മുഖ്യം ബിഗിലേ. ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജേഴ്സി. നമ്മളെ വെസ്റ്റേൺ യുണൈറ്റഡിൻ്റെ 2 ജേഴ്സി ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, ഒരു കളർ ജേഴ്സി ഉണ്ട്. നമ്മളെ ജേഴ്സി ഉള്ളത്. ഓക്കെ, നമ്മളെ നെയിം പൊളിയല്ലേ? ഡ്രസ്സ് ചെയ്യട്ടെ അല്ലേ? അപ്പം ഇതാണ് നമ്മളെ ജേഴ്സി അല്ലേ? സെറ്റ് അല്ലേ? ജേഴ്സി അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് ഒരു 1 മണിക്കൂർ പ്രാക്ടീസ്. രസം വേറെയാണ്. അപ്പോൾ ഇതൊന്ന് പോയി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ പരിപാടിയൊക്കെ ആദ്യമൊക്കെ നടന്ന അവർ ഫുഡൊക്കെ കഴിച്ച് അരുപൊക്കോളും. അതുകൊണ്ട് അവർക്കൊന്നും തോന്നൂല. ഇത് മര്യാദയല്ലല്ലോ ശരിക്ക് വിരുദ്ധരെ വിളിച്ചിട്ട് നമ്മൾ കളിക്കണത്. പക്ഷെ അവർക്ക് അറിയാം ഇവിടെ അങ്ങനെയാണ്. അതാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടും പരസ്പരം അറിയുന്നതാണ് സ്നേഹം. ഫർസാന്റെ പായസം എങ്ങനെയുണ്ട് ചോദിച്ചേ? ആ അതാ ഫർസാന പായസം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിനെ അങ്ങനെ മോന്തി കുടിച്ചതേ. ഫർസാനക്ക് വയ്യാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഇത് വേറെ സൂപ്പറാവും. അല്ലേ കുട്ടികളുടെ ആകലമ്പാക്കിയാലോ സൂണു? ഇതെന്താണ് കളി? ഇതൊക്കെ കാണിച്ചിങ്ങനെ നമ്മുടെ മൊത്തം അലമ്പായി കിടക്കണേ കുട്ടികളെ. അതാ പറയണത്, എന്നും കളി ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോ കളി തുടങ്ങി. അതൊന്നല്ല ഇവിടെ പ്രത്യേകത. നമ്മൾ കളി എന്നുണ്ടാണ് കളിയല്ല. ഇന്നിപ്പോ കൊറേ കാലം ശേഷം ഉണ്ടായപ്പോ നമുക്ക് പോകാൻ താല്പര്യം. അതാണ്. ഇനിയിപ്പോ ഞാൻ അവിടെ 10 മിനിറ്റ് നിൽക്കുക, നിങ്ങൾ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ സമയത്തിനായി 2 മണി, 1 അരമണിക്കൂർ കൊണ്ട് ഇറങ്ങും.
പിന്നെ ഞാൻ വെറുതെ നിൽക്കണ്ടേ? ഏതാ പാടി? വെറുതെ നിൽക്കുന്ന പേടിക്കണ്ട. ആ ആ വെറുതെ നിൽക്കുന്ന പേടിക്കണ്ട. അതെ. പണി വന്നേക്കാൻ ആ അപ്പൊ അല്ലെങ്കിൽ ഇത്രയും എന്നാ പിന്നെ വിധി ഉണ്ടെങ്കിൽ ഇടയിൽ വെച്ച് കാണാം. വിധി ഉണ്ടെങ്കിൽ ഞാൻ പോരാ. പക്ഷേ എല്ലാ മംഗളങ്ങളും നേരുന്നു. കളിക്കാൻ പോണില്ല. ഇത് പ്രാക്ടീസിന് പോവാണ്, അല്ലാതെ ഇങ്ങനെയാണല്ലോ മുന്നോട്ട് ആ പോകുന്നത്. ഓക്കെ. ഓഹോ എന്നാ ശരി. വരാന്ന് വിചാരിച്ചായിരുന്നു. വന്ന